ഹലോ. ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ILR കിട്ടിക്കഴിഞ്ഞ് UK എങ്ങനെയാണ് ഡിപ്പെൻഡൻറ്റ് വിസ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്, അതുപോലെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അതിന് വേണ്ടിയത്, പിന്നെ ഏത് ലിങ്ക് ത്രൂ ആണ് അത് അപ്ലൈ ചെയ്യുന്നത്, ഇതൊക്കെ അറിയത്തില്ലാത്ത ഒത്തിരി പേരുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ മെയിനായിട്ടും ഈ പുതിയതായിട്ട് ഡിപ്പെൻഡൻറ്റ് വിസ എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഞാൻ ഇവിടെ 5 വർഷം പൂർത്തിയായി കഴിഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്, അതുപോലെ തന്നെ ഏത് ലിങ്ക് ത്രൂ ആണ് അപ്ലൈ ചെയ്തതെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. നമുക്ക് ILR കിട്ടിക്കഴിഞ്ഞ് നമുക്ക് വിസ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പം കുറേ കാര്യങ്ങൾ ആവശ്യമാണ്. ഫസ്റ്റ് നമ്മൾ മെയിൻ ആപ്ലിക്കൻറ്റിൻ്റെ ഒരു COS വേണം. COS എന്ന് പറയുമ്പോൾ നമുക്ക് 3 വർഷം ഫിനിഷ് ആയി കഴിഞ്ഞപ്പം നമുക്ക് ഇവിടുന്ന് വർക്ക് പ്ലേസിൽ നിന്ന് ഇഷ്യൂ ചെയ്ത് കിട്ടിയ COS ആണ് വേണ്ടത്. ആ ഒരു COS നമ്പർ, അതുപോലെ തന്നെ COSൽ കാണിച്ചിരിക്കുന്ന വർക്ക് സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് നമുക്ക് ഈ ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ ആവശ്യമാണ്. നമുക്ക് നമ്മുടെ ഒറിജിനൽ വർക്ക് സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് അല്ല കൊടുക്കേണ്ടത്, ഈ COSൽ കൊടുത്തിരിക്കുന്ന വർക്ക് സ്റ്റാർട്ട് ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. പിന്നെ ഡിപ്പെൻഡൻറ്റ് ട്രാവൽ ഹിസ്റ്ററി വേണം. മോർ ദാൻ 2 വീക്സ് ഔട്ട്സൈഡ് UK സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രാവൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ എന്തൊക്കെ റീസൺ കൊണ്ടാണ് ഔട്ട്സൈഡ് UK സ്പെൻഡ് ചെയ്തത്, അതൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം. പിന്നെ നമ്മുടെ BRP കാർഡ്, അതായത് നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും BRP കാർഡ് 2024 ഡിസംബറിൽ എക്സ്പയറി ആയിപ്പോയി. പക്ഷേ സ്റ്റിൽ ആ BRP കാർഡിൻ്റെ നമ്പർ നമുക്ക് ഈ ഒരു വിസ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ആ BRP കാർഡ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മുടെ UAN നമ്പർ കൊടുക്കാൻ പറഞ്ഞിട്ട്, മെയിൻ ആപ്ലിക്കൻറ്റിൻ്റെ UAN നമ്പർ. അപ്പോൾ നമ്മൾ മെയിലിൽ നോക്കുമ്പോൾ നമുക്ക് കുറേ UAN നമ്പർ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആകും ഏത് UAN നമ്പറാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ആ UAN നമ്പറിന് പകരം ഞാൻ കൊടുത്തത് എൻ്റെ ഈ വിസ പോർട്ടലിൽ കയറിയിട്ട് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് കാണിക്കുന്ന ഒരു ഷെയർ കോഡാണ് കൊടുത്തത്. അപ്പോൾ ആ ഷെയർ കോഡ് മതിയായിരുന്നു. അപ്പം വിതിൻ 2 ഡേയ്സ് തന്നെ വിസ ഇഷ്യൂ ചെയ്ത് കിട്ടുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ആ ഒരു ഷെയർ കോഡാണെങ്കിലും കൊടുത്താൽ മതി. UAN നമ്പർ ഏത് കൊടുക്കുമെന്ന് ഡൗട്ടുള്ളവർ ആ ഒരു ഷെയർ കോഡ് ജനറേറ്റ് ചെയ്ത് വെച്ചാലും മതി. പിന്നെ ഈ ഒരു വിസ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളോട് മെയിൻ ആപ്ലിക്കൻറ്റിൻ്റെ SOC കോഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ SOC കോഡ് എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാം, നമ്മുടെ ഗവൺമെൻറ് UK വെബ്സൈറ്റിൽ ഓൾ പ്രൊഫഷണൽസിൻ്റെ SOC കോഡ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കിയാൽ മതി, അത് അറിയാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വിസ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് റെഡിയാക്കി വെക്കേണ്ടത്. പിന്നെ വിസ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് വിസ ആൻഡ് ഇമിഗ്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ID ചെക്കും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫും ഒക്കെ എടുക്കണം. അത് നമ്മൾ ഈ വിസ അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്തപ്പം നമുക്കൊരു ID ചെക്കും അതുപോലെ തന്നെ കുറേ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം പ്രോസസ്സിങ് ചെയ്യണം. അതിനുശേഷം നമ്മൾ 284 പൗണ്ട്സ് ആണ് അടയ്ക്കേണ്ടത്. നമ്മൾ IHS ഫീസ് ഒന്നും അടയ്ക്കേണ്ടതില്ല. ഈ ഒരു 284 പൗണ്ട്സ് മാത്രം അടച്ചാൽ മതി ഈ ഒരു ഡിപ്പെൻഡൻറ്റ് വിസ എക്സ്റ്റൻഷൻ ചെയ്ത് കിട്ടാനായിട്ട്. പിന്നെ നമുക്ക് പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ വിസ സ്കിൽഡ് വർക്കർ ഡിപ്പെൻഡൻറ്റ് വിസ കാറ്റഗറി തന്നെയാണ് കിട്ടുന്നത്. നമ്മൾ വിചാരിക്കും നമുക്ക് ILR കിട്ടിക്കഴിയുമ്പം സെറ്റിൽഡ് പേഴ്സണിൻ്റെ അണ്ടറിലല്ലേ വിസ വരേണ്ടത്, അതെയോ സ്കിൽഡ് വർക്കറിൻ്റെ അണ്ടറിൽ തന്നെയാണോ വരുന്നതെന്ന്. കാരണം ഡിപ്പെൻഡൻറ്റ് നമുക്ക് ഇപ്പോൾ ഉള്ള വിസ സ്കിൽഡ് വർക്കർ ഡിപ്പെൻഡൻറ്റ് എന്നൊരു കാറ്റഗറിയിലാണ്. അപ്പോൾ ആ സെയിം വിസ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂവേഷനായിട്ട് എടുക്കുന്നത്. അതേസമയം നമ്മൾ വിസ സ്വിച്ച് ചെയ്ത് സെറ്റിൽഡ് പേഴ്സൻ്റെ അണ്ടറിൽ വിസ മാറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും പ്രോബ്ലം വരാനിടയുണ്ട്. നമ്മൾ 5 വർഷം കഴിഞ്ഞ് ILRന് അപ്ലൈ ചെയ്യുമ്പം ഈ ഒരു വിസ കാറ്റഗറി മാറുന്നത് കൊണ്ട് തന്നെ നമുക്ക് മേ ബി ഈ ഒരു പുതിയ വിസ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് തൊട്ടുള്ള ഡേറ്റ് അവർ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം നമ്മൾ വീണ്ടും 5 വർഷം ഇവിടെ സ്പെൻഡ് ചെയ്താൽ മാത്രമേ ILRന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ലിങ്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ അതിൻ്റെ കറക്റ്റ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഈ ഒരു വീഡിയോയുടെ അവസാനം വരെ വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ കയറി ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കൊരു 2 to 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ ഈ ഒരു വിസ ഇഷ്യൂ ചെയ്ത് കിട്ടും. അതായത് നിങ്ങളിപ്പം കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം കറക്റ്റാണ്, വേറെ പ്രോബ്ലം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വിതിൻ 2 വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ വിസ കിട്ടും.
പിന്നെ നമ്മൾ ഈ വിസ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നുണ്ട്. അതിൽ നമ്മൾ യെസ് എന്ന് തന്നെയാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. വേറെ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ട് ഡിപ്പെൻഡൻറ്റ് വിസ അപ്ലൈ ചെയ്യുമ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വരുന്നത്, നിങ്ങൾക്ക് ഇവിടെ കുട്ടികൾ ഇവിടെ ഉണ്ടായവരാണെങ്കിൽ ആ പിള്ളേർക്ക് ഏത് ടൈപ്പ് ഓഫ് വിസയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. ഇവിടെ ഉണ്ടായ പിള്ളേരാണെങ്കിൽ നമുക്ക് നാച്ചുറലൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. നാച്ചുറലൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഏത് ലിങ്ക് ത്രൂ ആണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാനൊരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നിങ്ങൾക്കതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വിസ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. ഇത്രയൊക്കെയാണ് വിസ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. വിതിൻ ഒരു 10-15 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ പൂർത്തിയാക്കാം. ഇത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിസ പ്രോസസ്സിങ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ.